പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ നിർമ്മാണം നിലച്ചു. വൈദ്യുതി ബോർഡും സ്വകാര്യ കരാറുകാരനും തമ്മിലുള്ള തർക്കമാണ് 60 മെഗാവാട്ട് ഉൽപ്പാദനശേഷി ലക്ഷ്യമിട്ട പദ്ധതിയെ അനിശ്ചിതത്വത്തിലാക്കിയത്. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരിടപെടലും നടത്താൻ സർക്കാരോ വകുപ്പ് മന്ത്രിയോ ഇനിയും തയ്യാറായിട്ടില്ല. ഇതുമൂലം വൈദ്യുതി ബോർഡിന് നഷ്ടമാകുന്നത് കോടികളാണ്. നിലവിലുള്ള പള്ളിവാസൽ പദ്ധതിയുടെ വിപുലീകരണമാണ് പള്ളിവാസൽ എക്സ്റ്റൻഷൻ സ്കീം. ഉൽപാദനശേഷി 37.5 മെഗാവാട്ടിൽ നിന്നും 97.5 മെഗാവാട്ടായി വർദ്ധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. 2012 ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്യാൻ ലക്ഷ്യമിട്ട് തുടക്കത്തിൽ ദ്രുതഗതിയിൽ നിർമ്മാണം മുന്നോട്ട് പോയിരുന്നു. പിന്നീട് ഇത് പല കാരണങ്ങളാൽ ഇഴഞ്ഞു നീങ്ങി. അടുത്തിടെ നിർമ്മാണം പൂർണ്ണമായും നിലച്ചു. കരാറുകാരൻ പിന്മാറിയതാണ് ഇപ്പോൾ നിർമ്മാണം നിലയ്ക്കാൻ കാരണമായത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി ഒരു പണിയും നടക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കുറച്ച് നാളുകളായിട്ട് അത് ഇങ്ങനെ പെൻഡിംഗ് ആയിട്ട് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അനുഭവമാണ്. ശരിക്കും ഇത് അധികാരികളുടെ ഭാഗത്ത് ഇത് ആരും ശ്രദ്ധ ചെലുത്താത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കിടക്കുന്നത്. നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന സ്വകാര്യ കമ്പനിയും KSEBയും തമ്മിലുള്ള തർക്കമാണ് പുതിയ പ്രതിസന്ധി. നിർമ്മാണം എന്ന് പുനരാരംഭിക്കാനാകുമെന്ന് ഒരു നിശ്ചയവുമില്ല. ദേവികുളം MLA S. രാജേന്ദ്രൻ അത് എന്ന് തുടങ്ങുമെന്ന് പറയാനാവില്ല. കാരണം ഈ 8 കോടി രൂപയുടെ ബോണ്ട് എന്നാണോ SR കമ്പനി ബോർഡിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത് അന്ന് ഇവർ 8 കോടി രൂപ അഡ്വാൻസ് കൊടുക്കും. അതിനുശേഷം എന്നാണോ അവർക്ക് പ്രവർത്തനം തുടങ്ങാൻ പറ്റുന്ന SR കമ്പനി ഈ പള്ളിവാസൽ ഫേസ് 2 അന്നേ പണി തുടങ്ങുള്ളൂ. അപ്പൊ എന്ന് തുടങ്ങുമെന്നുള്ള നിശ്ചയമില്ല. പ്രതിമാസം 46 ലക്ഷം രൂപ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പള ഇനത്തിൽ മാത്രം KSEB കണ്ടെത്തണം. നിർമ്മാണം നിലച്ചതോടെ ഈ ഇനത്തിൽ തന്നെ കോടികൾ ഇതിനകം പാഴായി. അക്കാണുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾ സ്ഥാപിക്കാൻ ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. എങ്കിലും ഇപ്പോഴും നിർമ്മാണം തുടങ്ങിയിടത്ത് തന്നെ. കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്. പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതിക്ക് മുന്നിൽ നിന്നും ക്യാമറാമാൻ ദിലീപ് ഗോപിക്കൊപ്പം സാലി മുഹമ്മദ്. തീർച്ചയായും ഇതിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് തന്നെ ചേരുകയാണ്. സാലി തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് പള്ളിവാസൽ എക്സ്റ്റൻഷൻ എന്നത്. ആ പദ്ധതിയാണ് ഇവിടെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് പോയാൽ, ഇതിന്റെ പരിഹാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് എന്തൊക്കെ, സമഗ്രമായ വിവരങ്ങളിലേക്ക് പോയാൽ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഈ പദ്ധതി നിർമ്മാണം ആരംഭിച്ചത്. നിലവിലുള്ള പള്ളിവാസൽ പദ്ധതി വിപുലീകരിക്കുക എന്നുള്ളതാണ് പദ്ധതി. അതായത് 37.5 മെഗാവാട്ടിന്റെ ഉൽപാദന ശേഷി 97.5 വർദ്ധിപ്പിക്കുക. അതായത് 60 മെഗാവാട്ട് വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. അതായത് 2012 അന്ന് കമ്മീഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമുക്കറിയാം 2015 എത്തി, നിർമ്മാണം ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ആദ്യ കാലഘട്ടത്തിൽ വളരെ പുരോഗതിയോടെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നു. പിന്നീട് കുറെ നാളുകളായി അത് ഇഴഞ്ഞു നീങ്ങി. അത് ചില സാങ്കേതിക തടസ്സങ്ങളായിരുന്നു. സാങ്കേതിക തടസ്സങ്ങൾ ഏതാണ്ട് ഇപ്പൊ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു 1.5 വർഷം മുമ്പ് അത് പരിഹരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു 2-3 മാസം മുമ്പ് നിർമ്മാണം പൂർണ്ണമായും നിലച്ചു. അത് പ്രധാനപ്പെട്ട കാര്യം KSEB ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ ഇവരിത് നിലച്ച കാര്യം അംഗീകരിക്കുന്നില്ല. നമ്മളിത് മുൻപും അറിഞ്ഞിരുന്നു. പള്ളിവാസൽ പദ്ധതിയുടെ നിർമ്മാണം പൂർണ്ണമായും നിലച്ചു എന്ന കാര്യം നമ്മളടക്കമുള്ള മാധ്യമങ്ങളും ഒക്കെ അറിഞ്ഞിരുന്നു. പക്ഷേ ഇത് സ്ഥിരീകരിക്കാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. KSEB ഇത് അംഗീകരിച്ചിരുന്നില്ല. പക്ഷെ നമ്മൾ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇത് പൂർണ്ണമായി വ്യക്തമായി. പ്രദേശവാസികൾ പറഞ്ഞു. മാത്രമല്ല മറ്റു ചില ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം പൂർണ്ണമായി ഇപ്പോൾ നിലച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതായത് ഇതിനുള്ള യഥാർത്ഥ കാരണം എന്ത്? വൈദ്യുതി വകുപ്പ് AK ബാലന്റെ കാലത്താണ് ഇത്തരത്തിൽ ഒരു നടപടി തുടങ്ങിയത്. എന്നാൽ അത് പൂർത്തീകരിക്കാനാകുന്നില്ല എന്ന ഘട്ടം വരുമ്പോൾ എന്തുകൊണ്ട് വൈദ്യുതി വകുപ്പ് ഇതിനകത്ത് ഇടപെടുന്നില്ല? വൈദ്യുതി മന്ത്രി എന്നുള്ള നിലയിലുള്ള ഇടപെടലുകളില്ലേ? അത്തരത്തിൽ വരുന്ന വീഴ്ചകൾ എന്തൊക്കെ? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സാലി. നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്ന SR കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിനുള്ള കാരണം എന്ന നിലയ്ക്കാണ് പുറത്തു ലഭിക്കുന്ന വിവരം. പക്ഷെ അത് പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരും വൈദ്യുതി ബോർഡും ഒക്കെ ഇടപെട്ടാണ്. ഒന്നിൽ ഈ കമ്പനിയെ മാറ്റണം, അല്ലെങ്കിൽ ഈ ജോലി സ്പ്ലിറ്റ് ചെയ്ത് പല കമ്പനികൾക്കായി കൊടുക്കണം. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് സമയബന്ധിതമായി പണി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് തീരുമാനമെടുക്കേണ്ടത് വൈദ്യുതി മന്ത്രിയും ബോർഡും സർക്കാരുമാണ്. ഒരു തരത്തിലുള്ള ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ശരിക്കും ജനറേഷന് വേണ്ടി ഒരു ബോർഡ് മെമ്പറുണ്ട്, ഒരു ഡയറക്ടറുണ്ട്. ആ ഡയറക്ടർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. അതായത് കൃത്യമായ മോണിറ്ററിംഗ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. മോണിറ്ററിംഗിന് നേതൃത്വം കൊടുക്കേണ്ട മന്ത്രിയാണ്. മന്ത്രി ഇതിനിടയിൽ ഒറ്റത്തവണ പോലും പള്ളിവാസൽ പദ്ധതി സന്ദർശിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഇടപെടേണ്ട സർക്കാരിന്റെയും മന്ത്രിയുടെയും വീഴ്ച തന്നെയാണ് ഇത് എന്ന് വളരെ വ്യക്തമാണ്. വലിയ നഷ്ടമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ഈ കാലതാമസം മൂലം, പദ്ധതി വൈകിയത് മൂലം രണ്ടാമത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിലവിലുണ്ടാകുന്ന വർധനവ്, അത് കോടികൾ വരും. മറ്റൊന്ന്,
ഈ പദ്ധതി നേരത്തെ കമ്മീഷൻ ചെയ്യുമായിരുന്നെങ്കിൽ, സമയബന്ധിതമായി പൂർത്തിയാക്കുമായിരുന്നെങ്കിൽ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കോടികൾ നേടാമായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. ആ തുക നഷ്ടമാകുന്നു. അങ്ങനെ അത്തരത്തിൽ രണ്ട് നഷ്ടങ്ങൾ. പ്രധാനപ്പെട്ട മറ്റൊരു നഷ്ടം, ഇപ്പോൾ ഏതാണ്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് മാസ ശമ്പളം 46 ലക്ഷം രൂപ വേണം. കഴിഞ്ഞ കുറെ മാസങ്ങളായി അവർക്ക് ഒരു പണിയും ഇല്ലാതെ 46 ലക്ഷം രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ വിവിധ ഇനങ്ങളിലായി കോടികൾ KSEBിക്കും സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴും ഒരു ഇടപെടലും നടത്താൻ സർക്കാരോ മന്ത്രിയോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. തീർച്ചയായും വ്യക്തമാണ്. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്നറിയപ്പെടാവുന്ന പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ നിർമ്മാണം നിലച്ചു. വൈദ്യുതി ബോർഡും സ്വകാര്യ കരാറുകാരനും തമ്മിലുള്ള തർക്കമാണ് 60 മെഗാവാട്ട് ഉൽപ്പാദനശേഷി ലക്ഷ്യമിടുന്ന പദ്ധതി അനിശ്ചിതത്വത്തിലാക്കിയത്. ഈ വിഷയം പരിഹരിക്കാനായി, ഈ പ്രതിസന്ധിയെ മറികടക്കാനായി വൈദ്യുതി വകുപ്പിൽ നിന്നും പ്രത്യേകിച്ച് മന്ത്രിതലത്തിൽ തന്നെ ഒരു ഇടപെടലുകളും നടക്കുന്നില്ല. ഇതുമൂലം നഷ്ടമാകുന്നത് കേരളത്തിൻ്റെ ഖജനാവിലെ കോടിക്കണക്കിന് രൂപയാണ് എന്നും റിപ്പോർട്ട്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് സാലിം മുഹമ്മദ് നൽകിയത്.